ഹലോ ഓൾ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഒരു പുതിയ ഡിസ്കഷൻ ആരംഭിക്കാൻ പോകുന്ന ദിവസമാണ്. അപ്പൊ ഇന്നത്തേത് നമ്മൾ ആ ഒരു ഫിസിക്കൽ ജോഗ്രഫി അല്ലെങ്കിൽ വേൾഡ് ജോഗ്രഫി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിന്റെ അല്ലെങ്കിൽ ഏരിയയുടെ ഒരു തുടക്കമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിലൂടെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വേൾഡ് ജോഗ്രഫി പഠിച്ച് തുടങ്ങുന്ന നമ്മൾ ഇന്ന് ആരംഭിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇന്റീരിയർ ഓഫ് എർത്ത് ആണ്. അപ്പൊ ഭൂമിയുടെ അന്തരംഗങ്ങളെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഉള്ളറകളെ പറ്റിയിട്ടുള്ള പഠനങ്ങൾ പഠിക്കാൻ തുടങ്ങുകയാണ്. അതിന്റെ സ്ട്രക്ചർ ഓഫ് എർത്ത് എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കും. അതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് തിരിച്ചറിയാനുണ്ട് ഭൂമിയുടെ ഇന്റീരിയറുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു വേൾഡ് ജോഗ്രഫി സംബന്ധമായിട്ട് നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, എന്താ പഠിക്കേണ്ടതെന്നതിനെ പറ്റിയിട്ട് കൂടി ഒരു ധാരണ ഉണ്ടാക്കി വെക്കണം. പൊതുവെ നമ്മൾ നേരെ ജമ്പ് ചെയ്ത് സ്ട്രക്ചർ ഓഫ് എർത്തിലേക്ക് പോവുകയാണ് ചെയ്യുക. എർത്തിന്റെ പലതരത്തിലുള്ള എർത്തിന്റെ സ്ട്രക്ചേഴ്സ് ഉണ്ടല്ലോ, നമ്മുടെ വിഭാഗങ്ങൾ, ഈ ക്രസ്റ്റ്, മാന്റില്, കോർ എന്നൊക്കെ പറയുന്ന മാതിരിയുള്ള വിഭാഗങ്ങളിലേക്ക് നേരിട്ട് ടോപ്പിക്കിലേക്ക് ജമ്പ് ചെയ്യുകയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇന്ന് അങ്ങനെ അല്ല ചെയ്യുന്നത്. അതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്, കുറച്ച് അനലിറ്റിക്കൽ ആയിട്ടുള്ള വസ്തുതകളൊന്നും മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അപ്പോ എന്തൊക്കെയാണ് ശരിക്കും നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ഒരു വേൾഡ് ജോഗ്രഫി എന്ന് പറയുന്ന ഒരു ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വലിയ ഭാരിച്ച പണിയൊന്നുമില്ല. നേരെ നമ്മുടെ സിലബസ് എടുത്തങ്ങ് പരിശോധിച്ചാൽ മതി. നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസ് തന്നിരിക്കുന്ന സിലബസിൽ ഇപ്പോൾ മെയിൻസിന്റെ സിലബസ് ആയിക്കോട്ടെ, പ്രിലിംസിന്റെ സിലബസ് ആയിക്കോട്ടെ, ജോഗ്രഫിയുടെയും ഹിസ്റ്ററിയുടെയൊക്കെ സിലബസ് മോറുള്ള സെയിമാണ്. വലിയ വ്യത്യാസങ്ങളൊന്നും ഉള്ളതായിട്ടല്ല കാണാം. ജോഗ്രഫിയുടെ കാര്യത്തിൽ പെർട്ടിക്കുലർലി പറഞ്ഞാൽ മെയിൻസിന് ഇതുവരെ വന്നിരിക്കുന്ന പരീക്ഷകളുടെയും അതിന്റെ പ്രിലിംസ് പരീക്ഷയുടെയൊക്കെ സിലബസ് സെയിം ആണ്. പക്ഷേ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന്റെ നിലവാരത്തിലോ ചോദ്യങ്ങളുടെ രീതിയിലോ ഒക്കെ ആയിരിക്കും വ്യത്യാസങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. പഠിക്കുന്ന ടോപ്പിക് റിമെയിൻസ് ദ സെയിം. ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മൾ പ്രിലിംസിന്റെ ഒക്കെ പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് മെയിൻസിന് ഓറിയന്റഡ് ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യാൻ തക്കവണ്ണം കേപ്പബിൾ ആയിട്ടുള്ള തരത്തിലുള്ള സബ്ജക്റ്റുകളിലൊന്നാണ് ജോഗ്രഫി എന്ന് പറയുന്നത്. ജോഗ്രഫി, ഇക്കണോമിക്സ്, പോളിറ്റി, ഇതെല്ലാം പ്രിലിംസിനും മെയിൻസിനും ഒക്കെ ഒരൊറ്റ പഠനം മതി. നിങ്ങൾ ഇച്ചിരി ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് പഠിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് മെയിൻസിനും പ്രിലിംസിനുമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ദാറ്റ് ഈസ് ആക്ച്വലി എഫിഷ്യന്റ്. അതാണ് ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിലുള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്ന് പറയുക എന്ന് പറയുന്നത്. ഓക്കെ, ബട്ട് എനിഹൗ നമ്മളിപ്പോ ജോഗ്രഫിയുടെ ഒരു സിലബസ്, ഇപ്പൊ വേൾഡ് ജോഗ്രഫിയുടെ സിലബസ് ഒന്ന് പരിശോധിച്ചാൽ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നുള്ള കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞിട്ടുണ്ടാണ്. ഏതൊക്കെ പഠിക്കണം, ഏതൊക്കെ പഠിക്കണ്ട, എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം, എന്തൊക്കെ ഒമിറ്റ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി കൃത്യ ധാരണ വേണം. ടു ബി വെരി പ്രിസൈസ്, നമ്മൾ ഇന്നത്തെ പുതിയ PSC പരീക്ഷകളുടെ പെർസ്പെക്റ്റീവ് നോക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ അധികം ഒമിഷൻസിനുള്ള പോസിബിലിറ്റിയോ ലക്ഷറിയോ ഒന്നും ഇല്ല. അത്യാവശ്യം എല്ലാം കവർ ചെയ്യുന്ന രീതിയിലൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുകയും അത്യാവശ്യം നമുക്ക് ലാസ്റ്റ് റിസോർട്ട് എന്ന രീതിയിൽ വേണമെങ്കിൽ ഈ തന്നിരിക്കുന്ന ലിസ്റ്റിനകത്ത് നോക്കി ചെയ്യാൻ പറ്റുന്ന ചില സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മളത് ഞാൻ കൂട്ടത്തിൽ പറഞ്ഞുതരാം. അപ്പൊ എന്തൊക്കെ നമുക്ക് ഇതിനകത്ത് വേൾഡ് ജോഗ്രഫിക്കകത്ത് പഠിക്കണം നോക്കിയാൽ, ഒന്ന് ബേസിക്സ് ഓഫ് ജോഗ്രഫിയാണ്. ജോഗ്രഫിയുടെ ഇൻട്രൊഡക്ഷൻ, കുറച്ച് കാര്യങ്ങൾ, അത് ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ്, ടൈം ലൈൻ, അങ്ങനത്തെ സംഗതികളൊക്കെ നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയിലൊക്കെ അത് പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. അതുകൊണ്ട് അതിന്റെ ഇൻട്രൊഡക്ഷനിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. പിന്നെ വരുന്ന എർത്തിന്റെ സ്ട്രക്ചറാണ്. അതിലാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല ഘടകങ്ങളും വരിക. ഭൂമിയുടെ ഘടന, അതിപ്പോ ഞാൻ ഇപ്പൊ സൂചിപ്പിച്ച ക്രസ്റ്റ്, മാന്റിൽ, കോർ എന്നൊക്കെ പറഞ്ഞിട്ട് ഭൂമിയിൽ എന്തൊക്കെ ഭാഗങ്ങളാണ് വരിക, ഭൂമി എന്നതിനെ മൊത്തത്തിൽ എന്തൊക്കെ ഭാഗങ്ങളായിട്ട് തരംതിരിക്കാം, ഓരോ ഭാഗത്തിന്റെയും സവിശേഷതകൾ എന്തൊക്കെയാണ്, അവിടുത്തെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, എന്തൊക്കെ തരത്തിലുള്ള മെറ്റീരിയൽ കോമ്പോസിഷൻസ് ആണ് നമുക്ക് അവിടെ കാണാൻ പറ്റുക, അവിടുത്തെ പ്രഷർ, ടെമ്പറേച്ചർ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഉള്ള ഒരു അനാലിസിസ് നമുക്ക് കൃത്യമായിട്ടും അതിന്റെ സ്ട്രക്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വേണം എന്നുള്ളതാണ്. അത് നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പിന്നെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്, അന്തരീക്ഷം. ഭൂമിയുടെ അന്തരീക്ഷവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ഒരുപാട് ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച് കാണാറുള്ളതാണ് അതിന്റെ അറ്റ്മോസ്ഫിയറുമായിട്ട് ബന്ധപ്പെട്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ കംസ് റോക്സ്, ശിലകൾ, ആഗ്നേയശില, കായാന്തരിതശില, അവസാദശില എന്നൊക്കെ പറഞ്ഞിട്ട് ഇഗ്നിയസ്, മെറ്റമോർഫിക് ആൻഡ് സെഡിമെന്ററി റോക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ റോക്സിന്റെ ടൈപ്സ് പഠിച്ചിട്ടുണ്ടാവുമായിരിക്കും. അതിന്റെ തന്നെ ഒരല്പം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് നമുക്ക് ഇവിടെ ചെയ്യണം. റോക്സിനെ പറ്റിയിട്ട് വിശദമായിട്ടൊന്ന് പഠിച്ചിരിക്കണം. എന്താണ് ഈ റോക്കുകൾ, എത്തരത്തിലാണ് ഈ റോക്സിന്റെ ഫോർമേഷൻ ഉണ്ടാവുക, റോക്കിന്റെ ക്യാരക്ടേഴ്സ്, ഓരോ റോക്സിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്. ആ ക്യാരക്ടറിസ്റ്റിക്സ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വളരെ സുലഭമാണ് കേട്ടോ. ഫോർ എക്സാമ്പിൾ ഫോളിയേഷൻ, ലീനിയേഷൻ, സ്ട്രാറ്റിഫിക്കേഷൻ, ഇങ്ങനെയൊക്കെ പറയുന്ന ടേംസ് ഒക്കെ ഉപയോഗിച്ചിട്ടൊക്കെയുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. പൊതുവേ നമ്മളത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കുന്ന കൂട്ടത്തിൽ ഈ പദപ്രയോഗങ്ങളൊക്കെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്ത് പോകുന്നത് തന്നെയാണെന്നുള്ളതുകൊണ്ട് പഠിച്ച കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതിൽ ബുദ്ധിമുട്ട് വരാനില്ല. അപ്പോൾ പഠിച്ച എന്തായാലും മാർക്ക് കിട്ടുന്ന ഒരു ടോപ്പിക്കുമാണ് റോക്സ്. പിന്നുള്ളത് ലാൻഡ് ഫോംസ് ആണ്. ഓക്കെ, ലാൻഡ് ഫോംസ് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ലാൻഡ് ഫോംസ് നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. ബേസിക്കലി ഇറോഷണൽ ലാൻഡ് ഫോംസ് പഠിക്കണം, ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസ് പഠിക്കണം. അതായത് ഇറോഷൻ നടന്നിട്ട് പലതരത്തിലും ഭൂരൂപങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുപോലെ ഡെപ്പോസിഷൻ, നിക്ഷേപങ്ങൾ നടന്നിട്ടും ഭൂരൂപങ്ങൾ ഉണ്ടാവാറുണ്ട്. ഫോർ എക്സാമ്പിൾ നദി കൊണ്ടുവരുന്ന നിക്ഷേപങ്ങൾ ഉണ്ടായിട്ട് ഡെൽറ്റകൾ ഉണ്ടാവുന്നില്ലേ. നദിയുടെ നിക്ഷേപമാണല്ലോ ഡെൽറ്റകൾ എന്ന് പറയുന്നത്. നദി കടലുമായിട്ട് ജോയിൻ ചെയ്യുന്നിടത്ത് നദി കൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ടതിന്റെ ഫലമായി ഉണ്ടായ ഒരു ഭൂപ്രകൃതി പോലെയല്ല, അല്ലെങ്കിൽ ഒരു ഭൂരൂപമാണ് ഈ ഡെൽറ്റ എന്ന് പറയുന്നത്. ഭൂപ്രകൃതിയല്ല, ഭൂരൂപമാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോ പാറക്കെട്ടുകൾക്കിടയിലൂടെ നദി ഒഴുകി വരുന്ന സമയത്ത് പാറക്കെട്ടുകളിൽ ഇറോഷൻ സംഭവിപ്പിക്കും, അപക്ഷയം സംഭവിപ്പിക്കും. അതിന്റെ ഫലമായിട്ടുണ്ടായതാണ് ഈ താഴ്വരകൾ. വി ഷേപ്ഡ് വാലി, യു ഷേപ്ഡ് വാലി എന്നൊക്കെ പറയുന്ന മാതിരിയുള്ള താഴ്വരകൾ ഉണ്ടാക്കിയെടുക്കാറുണ്ട്.
അപ്പൊ ഇങ്ങനെ ഇറോഷൻ നടത്തിയിട്ട് ഇപ്പൊ അത് നദി മാത്രമല്ല കേട്ടോ നടത്തുക, നദിയുടെ വാട്ടർ ബോഡീസ് ഇറോഡ് ചെയ്യുന്ന കണ്ടീഷൻസ് ഉണ്ട്, വാട്ടർ ബോഡീസ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന കണ്ടീഷനും ഉണ്ട്. വിൻഡില്ലേ, എയറിന്റെ ഇറോഷൻ ഫീച്ചേഴ്സ് ഉണ്ട്, എയറിന്റെ ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസ് ഉണ്ട്, കോസ്റ്റൽ ലാൻഡ് ഫോംസ് ഉണ്ട്, ഗ്ലേഷ്യൽ ലാൻഡ് ഫോംസ് ഉണ്ട്. മഞ്ഞ് ഇങ്ങനെയുള്ള ലാൻഡ് ഫോമുകൾ ക്രിയേറ്റ് ചെയ്ത് തരും, ഓഷ്യാനിക് വേവ്സ് ഇങ്ങനെയുള്ള ലാൻഡ് ഫോംസ് ക്രിയേറ്റ് ചെയ്ത് തരും. അപ്പൊ ഇതെല്ലാം നമ്മൾ ഈ പറയുന്ന ലാൻഡ് ഫോംസ് എന്ന് പറയുന്ന കാറ്റഗറിക്ക് അത് പഠിച്ചെടുക്കേണ്ടതാണ്. ലാൻഡ് ഫോംസ് അത്യാവശ്യം ഞാൻ ഈ പറഞ്ഞ മാതിരി എല്ലാം ഓരോരോ ലാൻഡ് ഫോം മേക്കിംഗ് ഏജന്റും നിർമ്മിക്കുന്ന ഇറോഷണൽ ആസ് വെൽ ആസ് ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസ് നമുക്ക് അതിനകത്ത് പഠിച്ചു പോകേണ്ടതുണ്ട്. അപ്പൊ അത് അത്യാവശ്യമുള്ള ഒരു ഏരിയ ആണ്, നമുക്ക് അറിയേണ്ട ഒരു ഏരിയ ആണ്. ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് കൃത്യമായിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റണം. ലാൻഡ് ഫോംസിനകത്ത് ലാൻഡ് ഫോംസ് അല്പം വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ. പിന്നെ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പ്രഷർ ബെൽറ്റും വിൻഡും. അറ്റ്മോസ്ഫിയർ പഠിക്കുന്നതിനോടൊപ്പം വേണമെങ്കിൽ നമുക്ക് ഇതും ക്ലബ് ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ. അറ്റ്മോസ്ഫിയറിനോടൊപ്പം അറ്റ്മോസ്ഫിയർ പൊതുവെ നമ്മൾ അതിനകത്ത് പഠിക്കുക ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് അതിലേക്ക് ഒരുപാട് കണക്ഷൻ വേണ്ടതെന്ന് പറയുന്നില്ല എന്നേ ഉള്ളൂ. ബട്ട് അന്തരീക്ഷത്തിൽ തന്നെയാണ് നമ്മൾ ഈ പറയുന്ന മർദ്ദത്തിനെയും കാറ്റിനെയും പറ്റിയിട്ടുള്ള പ്രതിപാദനം നടത്താറ് എന്നുള്ളത് കൊണ്ട് തന്നെ വേണമെങ്കിൽ അക്കൂട്ടത്തിൽ പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ മർദ്ദ മേഖലകളാണ്, ആഗോളതലത്തിൽ എത്ര മർദ്ദ മേഖലകളുണ്ട്, ഈ ഓരോ മർദ്ദ മേഖലയുടെയും പ്രത്യേകത എന്താണ്, എങ്ങനെ ഈ മർദ്ദ മേഖലകൾ അത്തരത്തിൽ രൂപീകൃതമായിരിക്കുന്നു, അതുകൊണ്ടുള്ള പിന്നെ എന്താ പറയാ സ്വാധീനം ഭൂമിയുടെ ക്ലൈമറ്റിന്റെ കാര്യത്തിലായിക്കോട്ടെ, ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷന്റെ കാര്യത്തിലായിക്കോട്ടെ, എന്താണ് അതിന്റെ ഈ ഒരു പ്രഷർ ബെൽറ്റുകൾ ഉള്ളതിന്റെ ഒരു സ്വാധീനം, അത് മുഖാന്തരം അവിടെയൊക്കെ കാറ്റ് രൂപപ്പെടാറുണ്ട്. അപ്പൊ ഈ കാറ്റ് രൂപപ്പെടുന്നതിൽ എന്തൊക്കെ തരത്തിലുള്ള കാറ്റുകൾ രൂപപ്പെടുന്നു, അതിൽ മർദ്ദ മേഖലകളിലുള്ള ഈ ഒരു വ്യതിയാനത്തെ ആണെങ്കിലും സ്വാധീനിക്കുന്ന പോലുള്ള ഡീറ്റെയിൽസ് നമ്മളെ കൂട്ടത്തിൽ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത്. പ്രഷർ ബെൽറ്റും വിൻഡും കാറ്റുകൾ. അപ്പൊ കാറ്റുകൾക്ക് ഓരോരോ ഇപ്പോൾ നമ്മൾ പറയാറില്ല റീജിയണൽ വിൻസ്, ലോക്കൽ വിൻഡ്, ഗ്ലോബൽ വിൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള വിൻഡുകളെ പോലും ക്ലാസിഫൈ ചെയ്യും. വെസ്റ്റർലീസ്, ഈസ്റ്റർലീസ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇതൊക്കെ ചോദ്യമായിട്ട് വരുന്ന സാധനങ്ങളാണ് കേട്ടോ. പിന്നെ വരുന്നത് ടെമ്പറേച്ചർ ആൻഡ് സീസൺസ്. വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെ ടെമ്പറേച്ചറും സീസൺസും. നമ്മുടെ ആഗോള തലത്തിൽ കാണപ്പെടുന്ന കാലാവസ്ഥ, അതിന്റെ വ്യതിയാനങ്ങൾ, അതിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഫോർ എക്സാമ്പിൾ അടുത്തിടെ നടക്കുന്ന ഓഷ്യാനിക് ഫിനോമിനാസ്, എൽനിനോ, ലാനിന, ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ, ഇങ്ങനെയൊക്കെ പറയുന്ന പോലുള്ള പ്രതിഭാസങ്ങളെ പറ്റിയിട്ട് അടുത്തിടെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അത്യാവശ്യം പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പഠിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഏരിയയാണ് ഈ പറയുന്ന ഏരിയാസ്. അല്ലാണ്ട് സാധാരണ രീതിയിൽ പരന്ന് പഠിച്ചു പോകുന്ന കുട്ടികൾ അത്രയും ഡെപ്തിലേക്ക് ഇറങ്ങിപ്പോയി പഠിക്കത്തില്ല. സോ നല്ലപോലെ ആഴത്തിലേക്ക് ഇറങ്ങിപ്പോയി പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെയധികം ബെനിഫിഷ്യൽ ആകുന്ന ഒരു ടോപ്പിക്കാണ് ടെമ്പറേച്ചർ സീസൺസ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ഗ്ലോബൽ ഇഷ്യൂസ് എന്ന് പറയുന്ന ഒരു ഏരിയനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ വരും. ഗ്ലോബൽ ഇഷ്യൂസ് ഇൻ ദ സെൻസ് നമുക്കറിയാലോ, ഗ്ലോബൽ വാർമിംഗ് ഉണ്ട്, പലതരത്തിലുള്ള പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ, നോയിസ് പൊല്യൂഷൻ, ലൈറ്റ് പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ ഒക്കെ പറയുന്ന മാതിരി പലതരത്തിലുള്ള പൊല്യൂഷൻസ് നമ്മുടെ അന്തരീക്ഷത്തിൽ നമ്മുടെ ഭൂമിയിൽ എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്നു. അതുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് പലതും റൈസ് ചെയ്യപ്പെടാറുണ്ട്. പൊതുവെ ഗ്ലോബൽ വാർമിംഗും ഓസോൺ ലെയർ ഡിപ്ലീഷൻ ഒക്കെ പോലുള്ള ഇഷ്യൂസ് റൈസ് ചെയ്യപ്പെടുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഇന്റർനാഷണൽ എന്താ പറയുക ഓർഗനൈസേഷൻസ് പ്രവർത്തിക്കുന്നുണ്ട്, ട്രീറ്റീസ് അതുമായി ബന്ധപ്പെട്ടിട്ട് നിലവിൽ വരുന്നുണ്ട്. സോ ഇതൊക്കെ പറ്റിയിട്ടൊക്കെയുള്ള ഒരു ചെറു ധാരണ, നമ്മൾ അവയർനെസ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ള ഒരു ഏരിയ ഉള്ളത്. പിന്നെ ഉള്ളത് മാപ്സ് എന്ന് പറയുമ്പോൾ കാർട്ടോഗ്രഫി എന്ന് പറയുന്നത് മാപ്പ് മേക്കിംഗ് ആണ് കാർട്ടോഗ്രഫി. ആ മാപ്പുകളെ പറ്റി പഠിക്കുക എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. മാപ്പും കാർട്ടോഗ്രഫിയും ഒക്കെ എങ്ങനെയാണ് മാപ്പ് ഉണ്ടാക്കുക, മാപ്പ് ഉണ്ടാക്കുന്നതിന്റെ പ്രോസസ്സ് ഏതൊക്കെയാണ്, അത് ഉൾപ്പെടുത്ത ചോദ്യങ്ങൾ വരാട്ടെ. മാപ്പ് ഉണ്ടാക്കുന്ന പ്രോസസ്സുകളിൽ എന്താണ് പ്ലോട്ടിങ്, എന്താണ് സ്കെയിലിംഗ് എന്നൊക്കെ പറയുന്നത് പോലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ചോദ്യങ്ങളിൽ അത് ഉൾപ്പെടെ ഇൻക്ലൂഡ് ചെയ്ത് വരാറുണ്ട്. പണ്ട് നമുക്ക് പൊതുവെ മാപ്പുകളിൽ ഓരോ ടൈപ്പ് ഓഫ് മാപ്സ് ഒക്കെ ഉണ്ട്, ഒരുപാട് ടൈപ്പിലുള്ള മാപ്പുകളുണ്ട്. ലാർജ് സ്കെയിൽ മാപ്പ് ഉണ്ട്, സ്മോൾ സ്കെയിൽ മാപ്പ് ഉണ്ട്, അതിൽ തന്നെ സബ് ഡിവിഷൻസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ ടോപ്പോഗ്രാഫിക് മാപ്പ്, വില്ലേജ് മാപ്പ്, കഡസ്ട്രൽ മാപ്പ്, ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള മാപ്പ് ഉണ്ട്. മാപ്പുകൾ വരയ്ക്കുന്നതിനകത്ത് ഒരുപാട് സിംബോളിക് റെപ്രസെന്റേഷൻസ് നമ്മൾ ചെയ്ത് കാണാറുണ്ട്. ഒരുപാട് സിമ്പിൾസ് നമ്മൾ മാപ്പിനകത്ത് റെപ്രസെന്റ് ചെയ്യാറുണ്ട്, സിമ്പിൾസ്. അതുപോലെ തന്നെ കളർ കോഡിങ് ഉപയോഗിക്കും. മാപ്പ് നിർമ്മിക്കുന്ന സമയത്ത് നമ്മൾ കളർ കോഡിങ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഓരോ തരത്തിലുള്ള കളർ ഉപയോഗിച്ചിട്ടുള്ള മാർക്കിങ്ങുകൾക്ക് ഓരോരോ മീനിങ് ആണ് എന്ന രീതിയിൽ പറയും. കാരണം മാപ്പ് ഒരു വളരെ വലിയൊരു ഏരിയനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്, വളരെ ചെറുതായിട്ട്. അപ്പോൾ വലിയ ഒരുപാട് എഴുത്തുകുത്തുകളോ ഒരുപാട് റെപ്രസെന്റേഷൻസോ സിമ്പിൾസോ ഒന്നും നമുക്ക് അവിടെ ഇൻക്ലൂഡ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് വളരെ മിനിമലായിട്ട് കളർ പോലും ഇപ്പോൾ ബ്രൗൺ കളറിൽ ഒരു വര വരച്ചാൽ, അല്ലെങ്കിൽ യെല്ലോ കളറിൽ ഒരു വര വരച്ചാൽ അത് എന്താണ്, അല്ലെങ്കിൽ ബ്ലൂ കളറിൽ ഒരു ഡോട്ട് കണ്ടാൽ അത് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അപ്പോൾ വേറെ അവിടെ ഒന്നും എഴുതി വെക്കേണ്ട കാര്യം വരുന്നില്ല, ഒരു ബ്ലൂ ഡോട്ട് മാത്രം കൊടുത്താൽ പരിപാടി കഴിഞ്ഞു എന്നുള്ളതാണ്. സോ അതുകൊണ്ട് സിമ്പിൾസ്, മാപ്പ്, ഈ കളർ കോഡിങ് മാപ്പുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. മാപ്പ് തന്നെ ഒന്ന് അഡ്വാൻസ്ഡ് ആയി മാറുന്ന സാഹചര്യമാണ് റിമോട്ട് സെൻസിങ് എന്ന് പറയാം. മാപ്പിന്റെ തന്നെ അഡ്വാൻസ്ഡ് ഫോം എന്ന് പറഞ്ഞുകൂടാ, എന്നാലും റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞിട്ട് വിദൂര സംവേദനം എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കൂടിയുണ്ട്. നമുക്കിപ്പോ ഏരിയൽ ആയിട്ടുള്ള ഫോട്ടോഗ്രാഫി മാപ്പ് മേക്കിങ്ങിന് സഹായിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ അതിലും അഡ്വാൻസ്ഡ് ആയിട്ട് ഇന്നിപ്പോ സാറ്റലൈറ്റുകൾ ഉപയോഗിച്ചിട്ടുള്ള എന്താ പറയുക നിരീക്ഷണങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തെ പറ്റിയിട്ട് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് റിമോട്ട് സെൻസിങ്. അതിപ്പോൾ മാപ്പ് മേക്കിങ്ങിനായിക്കോട്ടെ, കാലാവസ്ഥാ പ്രവചനങ്ങൾക്കായിക്കോട്ടെ, പിന്നെ മിനറൽസിന്റെ നിക്ഷേപങ്ങൾ കണ്ടെത്തുന്നതിനായിക്കോട്ടെ, ഇങ്ങനെ എന്ത് ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടായാലും സാറ്റലൈറ്റുകൾ ഉപയോഗിച്ചിട്ട് വിദൂരത്ത് നിന്നുകൊണ്ട് നമ്മളിവിടെ
സെൻസിങ് നടത്താറുണ്ട് എന്നുള്ളതാണ് ഭൂമിയുടെ ഉപരിതലത്തിൽ. അതിന് റിമോട്ട് സെൻസിങ്, അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, റിമോട്ട് സെൻസിങ് ഏജൻസികളുണ്ട്, ഇന്ത്യയിലുണ്ട്, ലോകത്തുണ്ട്. ഇന്ത്യയിൽ അത് ആരാ നിർവഹിക്കുന്നത്, അത് ആരാ ക്രോഡീകരിക്കുന്നത്, അതിന്റെ ഡേറ്റ എവിടെയാണ് കിട്ടുന്നത് പോലുള്ള കാര്യങ്ങൾ. അതിനാണ് ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ജിയോഗ്രഫിക് ഇപ്പോൾ റിമോട്ട് സെൻസിങ് മുഖാന്തരം ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്ന ഡേറ്റാസ് ഒക്കെ എടുത്തു വെച്ച് പരിശോധിച്ച് ഫോർമുലേറ്റ് ചെയ്ത് ക്രമമായി മാറ്റിയെടുത്ത് കഴിയുമ്പോൾ അത് JS ആയി, ഇപ്പോൾ ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം ആയിട്ട് മാറുന്നുണ്ട്. ഈ ഒരു പ്രോസസ് ഒക്കെ ഉൾപ്പെടുന്നത് അതിനകത്താണ്. പിന്നെ വരുന്ന പ്രധാന കാര്യമാണ് ഓഷൻസും അതിന്റെ വേരിയസ് മൂവ്മെന്റ്സും എന്ന് പറഞ്ഞാൽ ഓഷൻ കറൻസ്, ഓഷൻ കറൻസും പോലുള്ളവയെ പറ്റിയിട്ടുള്ള പഠനം. പിന്നെ കോണ്ടിനെന്റ് ഓഷൻ കറൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആട്ടോ. വാം കറൻസ്, കോൾഡ് കറൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഓഷനെ ബേസ് ചെയ്തിട്ട് അറ്റ്ലാന്റിക് ഓഷനിലുള്ള കറൻസ് ഉണ്ട്, ഇന്ത്യൻ ഓഷനിൽ കറൻസ് ഉണ്ട്, പസഫിക് ഓഷനിൽ കറൻസ് ഉണ്ട്. അപ്പൊ ഇവയെ പറ്റിയിട്ടെല്ലാം നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത്. ആർട്ടിക് ഓഷനിലെ മേലെ പിന്നെ ഉള്ളത് കോണ്ടിനെന്റ്സ്. ഈ യൂറോപ്പ്, ഏഷ്യ, ഓസ്ട്രേലിയ, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക എന്നൊക്കെ പറയണ മാതിരി, അന്റാർട്ടിക്ക എന്നൊക്കെ പറയണ മാതിരി ഈ കോണ്ടിനെന്റ്സിനെ പറ്റിയിട്ടുള്ള ബേസിക് സെൻസ് ഇതൊക്കെയാണ് നമുക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാമെന്ന് പറയുന്നത്. ഇപ്പോൾ കോണ്ടിനെന്റിനെ പറ്റി പഠിക്കാന്ന് പറഞ്ഞാൽ ഒരു കോണ്ടിനെന്റിനെ പറ്റിയൊക്കെ എന്തോരം പഠിക്കാനുണ്ടാവും, നിങ്ങൾ ആലോചിച്ച് നോക്കാം. സോ അത് ആക്ച്വലി വർത്താണോ എന്ന് ചോദിച്ചാൽ അതിനുവേണ്ടി സമയം കാര്യമായി ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇറ്റ് ഇസ് ആക്ച്വലി നോട്ട് വർത്ത് ഇറ്റ്. ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസും കോണ്ടിനെന്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ബട്ട് ഫ്യൂച്ചർ നിങ്ങൾ ഇൻ ഡ്യൂ പ്രോസസ് ഓഫ് യുവർ ലേണിംഗ് നിങ്ങൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലായിക്കോ, അത് മതി. അല്ലാണ്ട് കോണ്ടിനെന്റ്സിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സമയം മെനക്കെട്ടി ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തോരം പഠിക്കാനുണ്ടാവും കോണ്ടിനെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട്. കോണ്ടിനെന്റ്സിനകത്ത് പറയുന്ന രാജ്യങ്ങളൊക്കെ ആ രാജ്യങ്ങളുടെ സവിശേഷതകൾ പഠിക്കേണ്ടി വരും. വേൾഡ് നേഷൻസ് അതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. കോണ്ടിനെന്റ്സും വേൾഡ് നേഷൻസിനെ പറ്റിയും പഠിക്കണമെന്ന് എഴുതിയിട്ടുണ്ട് അല്ലെ, വേൾഡ് നേഷൻസും പഠിക്കണമെന്ന് എഴുതിയിട്ടുണ്ട്. ലോകത്തുള്ള 200-ൽ പരം രാജ്യങ്ങളെ പറ്റിയിട്ട് പഠനം നടത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതും പാടാം. പിന്നെ നമുക്ക് ഇവിടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യം എന്ന് പറഞ്ഞാൽ കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ട് നമുക്കൊന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇസ്രായേല് പിന്നെ ഹമാസും തമ്മിലുള്ള യുദ്ധം നടന്നു. അപ്പൊ ആ ഒരു രാജ്യങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് പറയാം. രാജ്യങ്ങൾക്കല്ല, ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതിന് ചുറ്റുമുള്ള രാജ്യങ്ങള് നമ്മുടെ യോം കിപ്പൂർ യുദ്ധം പോലുള്ള യുദ്ധത്തെ പറ്റിയിട്ട് വേണമെങ്കിൽ ആ സമയത്ത് പഠിക്കാം. ചുറ്റുമുള്ള ഈജിപ്റ്റ്, മറ്റ് പിന്നെ എന്താ പറയാ ഗൾഫ് കൺട്രീസിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി പോവാം. റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധമുണ്ട്. അപ്പൊ റഷ്യ ഉക്രൈൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ വേണമെങ്കിൽ ഒന്ന് നോക്കാം. ഫ്രാൻസും ഇന്ത്യയും തമ്മിൽ ഒരുപാട് ഉടമ്പടികളിൽ ഒപ്പുവെച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ഫ്രാൻസിനെ പറ്റിയിട്ടും ആ ഉടമ്പടികളെ പറ്റി മനസ്സിലാക്കാം. ഇങ്ങനെ മാത്രമാണ് നമുക്ക് നേഷൻസിനെ പറ്റി പഠിക്കാനായിട്ട് പഠിക്കാനായിട്ട് പറ്റുക. അല്ലാണ്ട് ഞാനൊരു അറ്റത്തുനിന്ന് അപ്പൊ ഏഷ്യയിലുള്ള രാജ്യങ്ങൾ ഓരോന്നായിട്ട് എടുത്ത് അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് പഠിക്കുന്നുണ്ട്, തെറ്റൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഈ പരീക്ഷയ്ക്ക് വേണ്ടി സമയബന്ധിതമായിട്ടുള്ള പഠനം നമ്മൾ നടത്തുന്നതിനായിട്ട് ഈ പറയുന്ന പ്രോസസ്സിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളതാണ്. അപ്പൊ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. പിന്നുള്ളത് ഇത്രയുമാണ്. പിന്നുള്ളത് അതിന്റെ ഫീച്ചേഴ്സ്, അതെ, നേഷൻസ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്. യെസ്. സോ ഇത്രയുമാണ് നമ്മുടെ ജോഗ്രഫി അല്ലെങ്കിൽ വേൾഡ് ജോഗ്രഫിക്ക് അകത്ത് പഠിക്കാനുള്ളത്. കുറച്ച് കണ്ടന്റ് ഉണ്ട് ഇതിനകത്ത് പഠിക്കാൻ എന്നുള്ളത് വാസ്തവമാണ്. അപ്പോ ബേസിക്സ്, സ്ട്രക്ചർ, അറ്റ്മോസ്ഫിയർ, റോക്ക്, ലാൻഡ് ഫോം, പ്രഷർ ബെൽറ്റ്, ടെമ്പറേച്ചർ, ഗ്ലോബൽ ഇഷ്യൂസ്, മാപ്പ് ആൻഡ് റിമോട്ട് സെൻസിങ്, GIS, ഓഷ്യനോഗ്രഫി, ഇത്രയും ഏരിയാസ് ആണ് നമ്മൾ എസെൻഷ്യലി കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ബാക്കിയുള്ളത് നമുക്ക് തീർന്നതിനനുസരിച്ച് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി കോണ്ടിനെന്റ്സും രാജ്യങ്ങളെ പറ്റിയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ഒക്കെ ഒരു ബേസിക്സ് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കാം. ക്ലിയർ അല്ലേ പിള്ളേരെ? സോ ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് എ ക്ലിയർ പിക്ചർ ഓഫ് വാട്ട് യു നീഡ് ടു ആക്ച്വലി സ്റ്റഡി അബൌട്ട് വേൾഡ് ജിയോഗ്രഫി. വേൾഡ് ജിയോഗ്രഫിക്കകത്ത് നിന്ന് നമ്മൾ എന്താ പഠിക്കേണ്ടതെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ക്ലിയർ കട്ട് ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു സിലബസിന്റെ ഡിസ്കഷൻ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ മേക്ക് ഷുവർ ദാറ്റ് യു ആർ ലേണിംഗ് തിങ്സ് റിലേറ്റഡ് ടു ദീസ്. പത്രം വായിക്കുമ്പോൾ പോലും മനസ്സിലാക്കുന്ന പല കാര്യങ്ങളെയും ഇതിനകത്ത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടാകും. ഓക്കെ ആണല്ലോ? നൗ വി വിൽ മൂവ് ഓൺ ടു ദി ഇന്റീരിയർ ഓഫ് എർത്ത്. ഭൂമിയുടെ ഇന്റീരിയറിലേക്ക് നമ്മൾ കടക്കാൻ കഴിയും. സി വാട്ട് അബൌട്ട് ദി ഇന്റീരിയർ? ഇതിനകത്ത് ഞാൻ ആദ്യം പറയും ബേസിക്സ് ഓഫ് ജിയോഗ്രഫി, എർത്തിന്റെ സ്ട്രക്ചർ. എർത്തിന്റെ സ്ട്രക്ചറിലേക്ക് പോകുന്നതിന് മുമ്പുള്ള കുറച്ച് കാര്യങ്ങൾ, എർത്തിന്റെ സ്ട്രക്ചർ തന്നെയാണ് ഇന്റീരിയർ ഓഫ് എർത്ത് എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള കണ്ടന്റിലേക്ക് പോവാണേ. സി നമുക്ക് വാട്ട് ഡു വി നോ അബൌട്ട് ദി ഇന്റീരിയർ ഓഫ് എർത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി നോ സർട്ടൻ ഫാക്ട്സ്. ലൈക്ക് ഇപ്പോൾ ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഇന്ന ലെയേഴ്സ് ഉണ്ട് എന്നൊക്കെ പറയും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കുകളിലൂടെ, പണ്ട് സ്കൂളുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. ഏറ്റവും പുറത്ത് ക്രസ്റ്റ് എന്ന് പറയുന്ന ലെയർ ഉണ്ട്. കുറച്ചുകൂടി ഉള്ളിലേക്ക് പോകുമ്പോൾ ഒരു മാന്റിലിന്റെ പ്രത്യേകത ക്രസ്റ്റിൽ നിന്നും ഒരുപാട് വ്യത്യാസമാണ്. അതുപോലെ കുറച്ചുകൂടി താഴേക്ക് പോകുന്ന സമയത്ത് ഒരു കോർ എന്ന് പറയുന്ന സംവിധാനം വന്നു. അതൊക്കെ തന്നെ പിന്നീട് വീണ്ടും ഡിഫൈൻഡ് ആയിട്ട് പഠിക്കുന്ന സമയത്ത് അത് ഇന്നർ കോർ, ഔട്ടർ കോർ, അതുപോലെ അപ്പർ മാന്റിൽ, ലോവർ മാന്റിൽ എന്നൊക്കെ പറയുന്നത് ഡിഫറൻസിയേഷൻ ഉണ്ട് എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. നമ്മളിത് പഠിച്ചിരിക്കുന്നു, മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളത് നേര് തന്നെയാണ്. പക്ഷെ ഇതൊക്കെ നമ്മൾ നേരിട്ട് കണ്ടിട്ടോ ഒന്നുമല്ല, അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്തിട്ടോ ഒന്നും അല്ല നമ്മളത് പഠിച്ചിരിക്കുന്നു. ആരോ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മളത് അദ്ദേഹത്തെ വിശ്വസിച്ച് പഠിച്ചിട്ടുണ്ട്. നമ്മളെ പഠിപ്പിച്ച ടീച്ചർ നമ്മളോട് ഇത് പറഞ്ഞു, അധ്യാപകൻ ഇത് പറഞ്ഞു, നമ്മളത് വിശ്വസിച്ചു. അധ്യാപകനെ നമുക്ക് വിശ്വാസമാണ്. അപ്പോൾ ഇവിടെ അധ്യാപകർ ഇതെങ്ങനെ അറിഞ്ഞു? അവരുടെ അധ്യാപകർ പകർന്നു കൊടുത്ത ഇൻഫർമേഷനാണ് അധ്യാപകർക്കുള്ളത്. അപ്പൊ ഇവിടെ ബേസിക് ആയിട്ട് ഭൂമിയുടെ ഉള്ളറകളെ പറ്റിയിട്ട് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് ചോദിച്ചാൽ, നമുക്ക് ഭൂമിയുടെ ഉള്ളറകളിലേക്ക് ഇറങ്ങി ചെല്ലാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതിന് ഒരു വളരെ വലിയ ചോദ്യമാണ്. കണ്ടും നേരിട്ട് തൊട്ടും കണ്ട് അറിയാൻ സാധിച്ചിട്ടുണ്ടോ ഈ ഉള്ളറകളെ എന്നുള്ളത് ഒരു ചോദ്യമാണ്. ഉത്തരം ഇല്ല എന്ന് തന്നെയാണ്. ഭൂമി എന്ന് പറയുന്ന ഈ ഒരു ഗോളത്തിന്റെ ആകെ ഡയമീറ്റർ എന്ന് പറഞ്ഞ ഏകദേശം 6000 റേഡിയസ് എന്ന് പറഞ്ഞ ഏകദേശം 6400 കിലോമീറ്റർ
അല്ലെ? ഈ 6400 കിലോമീറ്ററോളം ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, 6400 കിലോമീറ്റർ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര ഭീമമായിട്ടുള്ള ഒരു ടാസ്ക്കാണ്. അതുകൊണ്ട് തന്നെ നേരിട്ട് കടന്നു ചെന്ന് ഭൂമിയുടെ ഉള്ളറകളെ പറ്റി പഠിക്കുക എന്ന് പറയുന്ന പ്രതിഭാസം അല്ലെങ്കിൽ ആ ഒരു പ്രോസസ് ആക്ച്വലി നോട്ട് പ്രാക്ടിക്കൽ. പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഔചിത്യമുള്ള ഒരു പ്രവർത്തനമായി നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. അത് കാരണം നമുക്ക് സാധിക്കില്ല. അപ്പൊ എങ്ങനെ നമുക്കിത് കിട്ടി? കൂടുതലും ഇൻഫറൻസസ് ആണ്, കൂടുതലും അസംഷൻസ് ആണ്. നമ്മൾ കരുതുകയാണ് ഇങ്ങനെ ആയിരിക്കാം. കരുതലുകൾക്ക് ഒരു സയന്റിഫിക് ബാക്കിങ്ങും കൂടി ഉള്ളത് കൊണ്ട് നമ്മളത് വിശ്വസിക്കുന്നു. അത് തന്നെയല്ലേ എല്ലാ കാര്യത്തിലും ചെയ്യും. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു തോന്നലുണ്ടെങ്കിൽ ആ തോന്നലിനെ ഒരു ശാസ്ത്രീയമായ ഒരു ബാക്കിങ്ങും കൂടി ആ തോന്നലിന് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ വിശ്വസിക്കാവുന്ന തരത്തിലേക്ക് അത് എത്തുന്നുള്ളതാണ്. അത് തന്നെയാണ് ഭൂമിയുടെ ഉള്ളറകളെ പറ്റി പഠിക്കുന്നതിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്ന കാര്യം. Our knowledge about the interior of Earth is largely based on inferences, estimates and analysis of different sources of information, both direct and indirect. അപ്പൊ നമ്മൾ എങ്ങനെ ഈ പറയുന്ന അസംഷൻസിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളത് നമുക്ക് ചില എവിഡൻസസ് ഉണ്ട്, നമുക്ക് ചില സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ ഉണ്ട് ഭൂമിയെ പറ്റി കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. നേരിട്ടുള്ള സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻസും ഉണ്ട്, നേരിട്ടല്ലാത്ത തരത്തിൽ നമുക്ക് ഇൻഫർമേഷൻ തരുന്ന മാധ്യമങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. ഭൂമിയുടെ ഉള്ളറകൾ ഇങ്ങനെയൊക്കെയാണ് എന്നതിനെ പറ്റിയിട്ട് അല്ലെ. അപ്പൊ നമ്മുടെ ഈ ഇൻഫർമേഷൻ സോഴ്സസ് ബഹുഭൂരിഭാഗവും കൊണ്ടുവന്ന് തരുന്ന ഇൻഫറൻസസിനെ നമ്മൾ പരിശോധിച്ച് അനലൈസ് ചെയ്തിട്ട് കണ്ടെത്തിയിരിക്കുന്ന വസ്തുതകളാണ് നമ്മൾ ഭൂമിയുടെ ഉള്ളറകളെ പറ്റിയിട്ട് ഇന്ന് പഠിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഘടകം എന്ന് പറയുന്നത്. മാത്രമല്ല നമ്മൾ പറഞ്ഞല്ലോ, നമുക്ക് ഈ ഭൂമിയുടെ ഉള്ളറകളെ പറ്റി മനസ്സിലാക്കാനുള്ള എവിഡൻസസ് നേരിട്ട് കിട്ടുന്ന സാഹചര്യങ്ങളുണ്ട്, എന്നാൽ നേരിട്ടല്ലാത്ത എവിഡൻസ് അല്ലെങ്കിൽ നേരിട്ടല്ലാത്ത സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ ഉണ്ട്. സോഴ്സ് ഓഫ് ഇൻഫർമേഷൻസ് ഡയറക്റ്റ് സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻസും ഉണ്ട്, ഇൻഡയറക്റ്റ് സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻസും ഉണ്ട് എന്നുള്ളതാണ്. ഇതിൽ ഈ ഡയറക്റ്റ് സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻസിനേക്കാൾ ഒരുപാട് കൂടുതലുള്ളത് ഇൻഡയറക്റ്റ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ തന്നെയാണ്. നേരിട്ടുള്ള തെളിവുകൾ വളരെ കുറവാണ് ഭൂമിയുടെ ഉള്ളിനെ പറ്റി പഠിക്കാനുള്ളത്. നമുക്ക് എന്തോരം ചെയ്യാൻ പറ്റും? നമുക്ക് ആർക്കും നിങ്ങൾക്ക് ഇപ്പൊ മനസ്സുകൊണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾക്ക് ഭൂമിയുടെ ഉള്ളറകൾ, ഭൂമിയുടെ താഴേക്ക് ഇന്റീരിയർ ഇങ്ങനെയൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ, നിങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഇൻഫർമേഷൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടോ? വളരെ ചുരുക്കമോ. കൂടുതലും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സോഴ്സസ് നമുക്ക് നോക്കാം. ഡയറക്റ്റ് സോഴ്സസ് ഏതൊക്കെയാണ്, ഇൻഡയറക്റ്റ് സോഴ്സസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം നമുക്ക്. ആ സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. See, the sources of information about the interior of Earth is classified as direct sources and indirect sources. അതിൽ ഡിറക്റ്റ് സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഭൂമിയുടെ ഉള്ളിൽ ഇതൊക്കെയാണ് സാധനം എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, ആഴത്തിലുള്ള കുഴികൾ കുഴിച്ചു പോകാണ്. ഭൂമിയുടെ സർഫസിൽ നിന്ന് നമ്മൾ ആഴങ്ങളിലേക്ക് കുഴി കുഴിച്ച് താഴേക്ക് പോകുന്നതിനനുസരിച്ച് കിട്ടുന്ന മെറ്റീരിയൽസ് എടുത്ത് വെച്ച് പരിശോധിക്കാം. ശരിയല്ലേ? ഭൂമിയുടെ സർഫസ് ഇത് ഞാനൊരു 2 കിലോമീറ്റർ കുഴിച്ച് താഴേക്ക് പോയി. ആ 2 കിലോമീറ്റർ ഡെപ്തിലേക്ക് എത്തിയ സമയത്ത് എനിക്ക് കിട്ടിയ പാറകഷ്ണങ്ങളും അവിടെ നിന്ന് കിട്ടിയ മറ്റു വസ്തുക്കളും ഒക്കെ പരിശോധിക്കുമ്പോൾ എനിക്ക് ആ ഒരു ഡെപ്തിൽ ഭൂമിയുടെ ഘടന എന്താണെന്നതിനെ പറ്റിയിട്ടൊരു ഇൻഫർമേഷൻ കിട്ടും. അപ്പൊ ഭൂമിയുടെ സർഫസിലാണല്ലോ നമ്മൾ സാധാരണ ജീവിക്കുക. അപ്പൊ സർഫസിലെ പോലെ അല്ല, ഈ 2 കിലോമീറ്റർ ആഴത്തിലേക്ക് പോയപ്പോൾ കുറച്ചുകൂടെ വ്യത്യാസം, ഇന്ന തരത്തിലെ വ്യത്യാസം കണ്ടു, ഇന്ന മിനറൽസ് ആണ് ഞാൻ അവിടെ കണ്ടത്, ഇത്രത്തോളം ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ ധാരണ നമുക്ക് അതിനകത്തുനിന്ന് കിട്ടും. അതുപോലെ ഭൂമി താഴേക്ക് കുഴിച്ചു പോകുന്നത് വഴി കിട്ടുന്ന ഇൻഫർമേഷൻസ് ഒന്നും നേരിട്ടുള്ള ഇൻഫർമേഷനാണ് ഭൂമിയുടെ ഉള്ളറകളിലേക്ക് നമ്മൾ കടന്നു നിന്നെടുക്കുന്നത്. അതുകൊണ്ടാണ് ഡയറക്റ്റ് ഇൻഫർമേഷൻസിൽ ഒന്ന് എന്ന് പറയുന്നത് മൈനിങ് അല്ലെങ്കിൽ മൈൻഡ്സിൽ നിന്നുള്ളതാണ്. ഇതിൽ നിന്നുള്ളതാണ് മൈൻഡ് റോക്സ്, അതായത് ഖനനം നടത്തിയെടുക്കുന്ന പാറകളിൽ നിന്ന് അല്ലെങ്കിൽ ഖനന പ്രക്രിയകൾ വഴിയാണ് നമുക്ക് ഒരു നേരിട്ടുള്ള ഇൻഫർമേഷൻ ഭൂമിയുടെ ഉള്ളറകളെ പറ്റി കിട്ടുന്നത്. കാരണം നമ്മൾ കുഴിച്ചുള്ളിലേക്ക് പോകുന്നുണ്ടെന്നില്ല. പക്ഷെ അതിനും ലിമിറ്റ്സ് ഉണ്ട്. ഒരു പരിധി വിട്ട് കുഴിച്ച് താഴേക്ക് പോകാനൊന്നും നമുക്ക് സാധിച്ചിട്ടില്ല. അപ്പൊ ഭൂമിയുടെ സർഫസിലുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ സർഫസിൽ നിന്ന് കുറച്ച് താഴെയുള്ള കുറച്ച് ഇൻഫർമേഷൻസിനെ പറ്റി മനസ്സിലാക്കുക മാത്രമാണ് മൈനിങ് ചെയ്ത റോക്കുകൾ മുഖാന്തരം നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കാം. ഈ റോക്കുകളെ പരിശോധിച്ച് അസംഷൻസിലേക്ക് വീണ്ടും പോകാൻ പറ്റും കേട്ടോ. ഈ ഒരു ആഴത്തിൽ എങ്ങനെയാണെങ്കിൽ ഇതിലും ആഴത്തിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു അസംഷൻ നമുക്ക് എടുക്കാൻ പറ്റും. അത് വേറെ കാര്യം. രണ്ടാമത്തെ നേരിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നമ്മൾ കുഴിച്ച് ഭൂമിക്ക് അടിയിലേക്ക് പോയി മിനറൽസ് കണ്ടെത്തുന്നതിന് പകരം ഇതൊക്കെ കൂടി ഭൂമിക്ക് അടിയിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഒരു പ്രതിഭാസവും നമുക്ക് ഭൂമിയിൽ കാണാനുണ്ട്. വോൾക്കാനിക് ഇറപ്ഷൻ എന്ന് പറയും, അഗ്നിപർവ്വത സ്ഫോടനം. അഗ്നിപർവ്വത സ്ഫോടനം വഴി ഭൂമിക്കടിയിലുള്ള അല്ലെങ്കിൽ ഭൂമിക്കുള്ളിലുള്ള എന്തൊക്കെയോ പദാർത്ഥങ്ങളാണ് ഭൂമിക്ക് പുറത്തേക്ക് ഈ സ്ഫോടനം വഴി എത്തുന്നത് എന്നുള്ളതാണ്. ഈ പുറത്തേക്ക് എത്തിയിരിക്കുന്ന വിസ്ഫോടനം വഴി പുറത്തേക്ക് എത്തിയിരിക്കുന്ന മെറ്റീരിയൽസിന്റെ പരിശോധനയിൽ നിന്നാണ്. അപ്പൊ ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ കാണുന്ന ഖരരൂപത്തിലല്ലാതെ ഭൂമിയുടെ അടിത്തറകളിൽ ദ്രാവക രൂപത്തിൽ ഇങ്ങനെ ചുട്ടു പഴുത്ത് കിടക്കുന്ന പാറകളുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഇൻഫറൻസ് കിട്ടിയത് ഈ വോൾക്കാനിക് ഇറപ്ഷൻ നടക്കുന്നുണ്ട്. വോൾക്കാനിക് ഇറപ്ഷൻ വഴി മുകളിലേക്ക് വരുന്നത് ലിക്വിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെമി ലിക്വിഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലുള്ള വസ്തുക്കളാണ്, അല്ലെ ദ്രാവകാവസ്ഥയിലുള്ള വസ്തുക്കളാണ്. അത് വന്ന് തണുത്തുറഞ്ഞാണ് പാറയായി മാറുന്നത്, ഖനീഭവിച്ച് പാറയായി മാറുന്നതാണ് കാണാൻ സാധിക്കുന്നത്. അപ്പൊ പാറ തന്നെ ഉരുകി എന്താ പറയാ മെൽറ്റഡ് ആയിട്ട് നിൽക്കുന്ന കണ്ടീഷനിൽ ഭൂമിയുടെ ഉള്ളിൽ കാണുന്നു എന്നുള്ളതിന്റെ സൂചന നമുക്ക് അതിനകത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പൊ ഇത് രണ്ടും മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ നേരിട്ട് എനിക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന
ഇൻഫർമേഷൻസ് ഓഫ് ദി ഇന്റീരിയർ ഓഫ് എർത്ത് എന്ന് പറയാം. ഒന്ന് ഭൂമിക്കടിയിലേക്ക് നമ്മൾ മൈനിങ് നടത്തിയേക്ക് പോകുന്ന സാഹചര്യം, രണ്ട് വോൾക്കാനിക് ഇറപ്ഷൻ. ഇത് രണ്ടും അല്ലാണ്ട് വേറൊരു ഡയറക്റ്റ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ എനിക്ക് പറയാൻ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഡയറക്റ്റ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ നമ്മൾ പഠിക്കുന്നു. ഏതൊക്കെയുണ്ട്? മൈനിങ് ഓഫ് റോക്സ് ആൻഡ് വോൾക്കാനിക് ഇറപ്ഷൻ. രണ്ട് ഇൻഡയറക്റ്റ് സോഴ്സ്. കൂടുതലും ഇൻഡയറക്റ്റ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആണ് ഭൂമിയുടെ ഉള്ളറകളെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞതല്ല. എണ്ണത്തിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ കാണാം, ഒരുപാടുണ്ട് അല്ലെ. ആദ്യത്തേത് തന്നെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, പ്രഷർ ആൻഡ് ഡെൻസിറ്റി ആസ് വി ഗോ ഡീപ്പർ. നമ്മൾ ഈ കുറച്ച് ആഴങ്ങളിലേക്ക് പോകുന്നതിനനുസരിച്ച് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്ന ടെമ്പറേച്ചറിലുള്ള ചേഞ്ച്, ഭൂമിയുടെ ടെമ്പറേച്ചറിലുള്ള ചേഞ്ച്. ഇപ്പോൾ ആഴങ്ങളിലേക്ക് പോകുന്നതനുസരിച്ച് ടെമ്പറേച്ചർ കൂടുന്നതായിട്ടാണോ കുറയുന്നതായിട്ടാണോ കാണുന്നത്? അങ്ങനെയാണെങ്കിൽ അത് എന്തുകൊണ്ടായിരിക്കാം എന്നുള്ളതിന്റെ അസംഷനിലേക്ക് നമ്മൾ പോകും. അതുപോലെ പ്രഷർ ഡിഫറൻസ്, ഡെൻസിറ്റിയിൽ ഉണ്ടാവുന്ന വ്യത്യാസം, അതൊക്കെ റോക്ക് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഡെൻസിറ്റിയിൽ താഴേക്ക് പോകുന്നതിനനുസരിച്ച്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 2 കിലോമീറ്റർ ഡെപ്തിൽ നിന്ന് ഒരു പാറ കുഴിച്ചെടുത്തു, 10 കിലോമീറ്റർ ഡെപ്തിൽ നിന്ന് ഒരു പാറ കുഴിച്ചെടുത്തു, ഈ രണ്ട് പാറയിലും ഉണ്ടാകുന്ന കംപ്രഷന്റെ ലെവൽസിൽ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെൻസിറ്റിയിൽ സ്വാഭാവികമായിട്ടും വ്യത്യാസം ഉണ്ടാവും. അത് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ മീറ്റിയോർസ് എന്ന് പറയുന്ന സംവിധാനം, മീറ്റിയോർസ് എന്താണെന്ന് വെച്ചാൽ ഉൽക്കകളും മറ്റുമൊക്കെ, അതായത് സ്പേസിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നു പതിക്കുന്ന മീറ്റിയോറുകൾ, ഉൽക്കകളും മറ്റുമൊക്കെ ഉണ്ട്. അപ്പൊ ഉൽക്കകളിൽ ചിലതൊക്കെയാണ് നമുക്ക് ഭൂമിയിൽ വന്ന് പതിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ അവശിഷ്ടം കിട്ടുക. ചിലതൊക്കെ നമുക്ക് അതൊക്കെ പ്ലാസ്മയായിട്ട് പോയിട്ടുണ്ടാവും. ചിലതിന്റെയൊക്കെ അവശിഷ്ടങ്ങൾ നമുക്ക് ഭൂമിയിൽ നിന്ന് കിട്ടാനും സാധ്യതയുണ്ട്. അങ്ങനെ കിട്ടുന്ന മീറ്റിയോറുകൾ എടുത്തു വെച്ച് പഠനം നടത്തും. ഈ മീറ്റിയോറുകൾ എടുത്ത് വെച്ച് പഠനം നടത്തുന്നതുകൊണ്ട് ഈ ഭൂമിയെ പറ്റിയിട്ടുള്ള എന്ത് ഇൻഫർമേഷൻ അറിയാൻ പറ്റുകയെന്ന് ചോദിച്ചാൽ, നമ്മൾ ഭൂമി ഒരു ഗോളമാണ് എന്ന രീതിയിലുള്ള അസംഷൻ പോലും വന്നതിനെ സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസസിൽ ഒന്ന് മറ്റ് പ്ലാനറ്ററി ബോഡീസ് ഒക്കെ ഉരുണ്ടതാണ് എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പം മെർക്കുറി ആയിക്കോട്ടെ, വീനസ് ആയിക്കോട്ടെ, മാർസ് ആയിക്കോട്ടെ, ജൂപ്പിറ്റർ ആയിക്കോട്ടെ, സാറ്റേൺ ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഇസ്, പ്ലാനറ്റ്സ് എല്ലാം ഏകദേശം ഗോളാകൃതിയിലായിരിക്കുന്നത്. ബാക്കി പ്ലാനറ്റ്സ് എല്ലാം ഗോളാകൃതിയാണ് എങ്കിൽ ഭൂമിയും ഗോളാകൃതിയാകാനുള്ള സാധ്യത തന്നെയാണ് കൂടുതൽ എന്നുള്ളൊരു അസംഷൻ അവിടെ എത്തുന്നില്ലേ? അതുപോലെ തന്നെ മീറ്റിയോർസ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ പ്ലാനറ്ററി ബോഡീസ് ഒക്കെ പൊട്ടിത്തെറിച്ചുണ്ടായ അവശിഷ്ടങ്ങളാണല്ലോ. അപ്പൊ ഈ പൊട്ടിത്തെറിയുടെ അവശിഷ്ടങ്ങളെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഒരു പക്ഷേ ഭൂമിയുടെ ഇതിന് സമാനമായ സാഹചര്യം, അല്ലെങ്കിൽ ഇതുപോലുള്ള മീറ്റിയോറുകൾ പഠിക്കുമ്പോൾ ഏതോ പ്ലാനറ്റിന്റെ ഉള്ളറ പൊട്ടിത്തെറിച്ചുണ്ടായതാണെങ്കിൽ ഇതുപോലുള്ള മിനറൽസോ ഈ ഒരു മെറ്റീരിയൽസിന്റെ കോമ്പോസിഷനോ ഭൂമിയിലും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാവില്ലേ എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു പഠനം നമുക്ക് മീറ്റിയോറുകളെ പറ്റി മനസ്സിലാക്കുന്ന സമയത്ത് അങ്ങനെ ഒരു അസംഷനിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. കുറെയൊക്കെ മീറ്റിയോറുകളും ഇതുപോലുള്ള പ്ലാനറ്ററി ബോഡീസ് ആയിരുന്നു അല്ലെങ്കിൽ എന്നൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് നോക്കാൻ പറ്റും. ഇങ്ങനെയാണെങ്കിൽ ഭൂമിയുടെ ഉള്ളിൽ എവിടെയെങ്കിലും ഒക്കെ ഈ സാധനങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഭൂമിയുടെ ഉള്ളറകളെ പറ്റി ഒരു ചെറുധാരണ കിട്ടാനായിട്ട് നമ്മളെ സഹായിക്കും. ജനറലി പ്ലാനറ്റുകളുടെ ഉള്ളറകളിൽ എങ്ങനെയാണെന്നുള്ളതിന്റെ പറ്റി ധാരണയെങ്കിലും കിട്ടും. അത് നമുക്ക് ഭൂമിയുമായിട്ടും കണക്ട് ചെയ്യാം. പിന്നുള്ളത് ഗ്രാവിറ്റേഷണൽ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ്. ഗുരുത്വാകർഷണം അല്ലെങ്കിൽ ഗുരുത്വാകർഷണ ബലത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ, ഭൂമിയുടെ ഉള്ളറകളെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ. അതുപോലെ മാഗ്നറ്റിക് ഫീൽഡ്, കാന്തിക മണ്ഡലങ്ങളുടെ വ്യത്യാസം. ഭൂമി ഒരു ഇലക്ട്രോൺ ബാങ്ക് ആണെന്ന്, ഭൂമി ഒരു മാഗ്നറ്റ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഭൂമിക്ക് എത്രത്തോളം കറണ്ട് സപ്ലൈ ചെയ്താലും ഭൂമി അത് സ്റ്റോർ ചെയ്യും, ചാർജസ് സപ്ലൈ ചെയ്താലും ഭൂമി അത് സ്റ്റോർ ചെയ്യും. അതുപോലെ തന്നെയാണ് ഭൂമിക്ക് കൊടുക്കുന്ന, ഭൂമി തരുന്ന കാന്തിക മണ്ഡലം. ഭൂമിക്കൊരു വൈദ്യുത കാന്തിക മണ്ഡലം, ഒരു ഷീൽഡിങ്, അത് എന്തുകൊണ്ടുണ്ടാവുന്നു എന്നൊക്കെ നമ്മൾ ഇനി ആ സ്ട്രക്ചറൊക്കെ നോക്കുന്ന സമയത്ത് പഠിക്കും. എന്തായാലും അതുണ്ട്. അപ്പൊ ഈ കാന്തിക മണ്ഡലവും അതുപോലെ തന്നെ ഭൂമിയുടെ ഗുരുത്വാകർഷണമൊക്കെ എല്ലായിടത്തും ഒരുപോലെ അല്ല അനുഭവപ്പെടുക. പലയിടങ്ങളിലും വാല്യൂസും വ്യത്യാസങ്ങളും ഉണ്ടാവും. പ്രത്യേകിച്ച് ഗ്രാവിറ്റിയുടെ ഒക്കെ കാര്യത്തിൽ ഇറ്റ് ഷോസ് വേരിയേഷൻസ് ആൻഡ് ഫ്ലക്ച്വേഷൻസ്. ഫ്ലക്ച്വേഷൻ എന്നതിനുപരി വേരിയേഷൻസ് കാണിക്കുന്നു, റീജിയണൽ വേരിയേഷൻസ് കാണിക്കുന്നതാണ് കുറച്ചുകൂടി കറക്റ്റ് ആയിട്ട്. ഗ്രാവിറ്റി എന്ന് പറയുന്ന ഒരു ഫോഴ്സിന്റെ ഡയറക്ട്ലി ഡിപെൻഡന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സിൽ ഒന്നെന്ന് പറയുന്നത് മാസ് ഓഫ് ദി ഓബ്ജക്റ്റ് ആണ്, വസ്തുവിന്റെ മാസാണ്. അപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു പ്രദേശത്തോട് കടന്നു പോകുമ്പോൾ ഗ്രാവിറ്റി കൂടുതലാണെന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തിൽ എന്നെ ആകർഷിക്കപ്പെടുന്ന വസ്തു ഏതാണോ ആ വസ്തുവിന്റെ മാസ് വളരെ കൂടുതലാണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. ഗ്രാവിറ്റി കുറവാണെങ്കിൽ അതിന്റെ മാസ് കുറവാണെന്ന് അസ്യൂം ചെയ്യാൻ പറ്റും. ഇത് ഭൂമിയുടെ ഉള്ളറകളിൽ വരുന്ന വേക്കന്റ് ആയിട്ടുള്ള സ്പേസസ് എവിടെയെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഇൻഫറൻസ് കിട്ടും. വേക്കന്റ് ആയിട്ട് ഭൂമിയുടെ അടുത്തട്ടിൽ എവിടെയെങ്കിലും കുറച്ച് ഏരിയ വേക്കന്റ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ മാസ് കുറവ് അനുഭവപ്പെടുകയും ഗ്രാവിറ്റിയുടെ വാല്യൂ കുറഞ്ഞു നിൽക്കുന്നത് കാണാൻ പറ്റും. ഒരുപാട് ഡെൻസർ ആയിട്ടുള്ള, വളരെ ഹാർഡർ ആയിട്ടുള്ള ഡെൻസിറ്റി കൂടിയ വസ്തുക്കൾ കാണുന്ന പാറകളുള്ള പ്രദേശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഗ്രാവിറ്റിയുടെ വാല്യൂ ഒരല്പം കൂടി നിൽക്കുന്നത് കാണാം. മറ്റ് അത്ര ഡെൻസിറ്റി ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അല്പം കുറഞ്ഞു നിൽക്കുന്നത് കാണാം. ഇങ്ങനെ ചെറിയ വേരിയേഷൻസ് എനിക്ക് ഗ്രാവിറ്റിയുടെ കാര്യത്തിൽ. അപ്പം അത് മാത്രമല്ല, ഇങ്ങനെ കാണാം. അത് ഞാൻ കുറച്ചും കൂടി പറഞ്ഞുതരാം. ഗ്രാവിറ്റി അനോമലി എന്ന് പറയുന്ന പ്രതിഭാസങ്ങൾ അവിടെ പറയാനുണ്ട്. അത് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ പറഞ്ഞുതരാം, അടുത്ത സൈഡിൽ പറയാം. അപ്പൊ ഇത് അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, പിന്നെ ഓരോ സ്ഥലത്തും മാഗ്നറ്റിക് ആയിട്ടുള്ളതോ നോൺ മാഗ്നറ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണോ താഴെയുള്ളത് എന്നുള്ളതിനെ പറ്റി മനസ്സിലാക്കാനായിട്ട് മാഗ്നറ്റിക് ഫീൽഡ്സും അതിന്റെ ചേഞ്ച് നമ്മൾ സഹായിച്ചേക്കും. ഓക്കെ, ഇതെല്ലാം ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മളെ സഹായിക്കുന്ന. ഓക്കെ, ഇങ്ങനെ ആയിരിക്കാം, ഗ്രാവിറ്റേഷനിൽ വ്യത്യാസം വരുമ്പോൾ നമ്മൾ നേരിട്ട് പോയി അവിടെ നോക്കുന്നില്ല, പക്ഷെ ഗ്രാവിറ്റിയിൽ വ്യത്യാസം കണ്ടതുകൊണ്ട് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്, ശരി, അപ്പൊ ഇതിന്റെ താഴെയുള്ള മെറ്റീരിയൽസിന് ഡെൻസിറ്റി കുറവായിരിക്കും. അപ്പൊ ഈ പ്രദേശം ഭൂമിയുടെ ഇത്രയും ഡെപ്ത് താഴേക്ക് പോകുന്ന സമയത്ത് അവിടെ മെറ്റീരിയൽസിന്റെ ഡെൻസിറ്റി ഇത്രേ കാണുള്ളൂ എന്നൊക്കെ ഉള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് ഗ്രാവിറ്റേഷണൽ ഫീൽഡ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ വാല്യൂ പരിശോധിക്കുന്നത് വഴി
കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ അത് ഇൻഡയറക്റ്റ് അല്ലേ, അത് അസംഷനാണ്, നമുക്ക് ഉറപ്പൊന്നുമില്ല. ഗ്രാവിറ്റിയുടെ വാല്യൂവിൽ മാത്രമാണ് ചേഞ്ച് നമ്മൾ കണ്ടത്, പക്ഷെ നമുക്ക് ഉറപ്പില്ല, താഴെ നമ്മൾ കണ്ടിട്ടൊന്നുമില്ല. ബട്ട് വി ഫീൽ ലൈക്ക് വൈസ്, കാരണം സാധാരണഗതിയിൽ ഗ്രാവിറ്റിക്ക് വ്യത്യാസം വരാൻ സാധ്യതയുള്ളത് ഇതൊക്കെ കാരണമാണ്. പിന്നുള്ളത് ഡിസ്റ്റൻസ് ഭൂമിയിൽ എല്ലായിടും ഒരുപോലെ തന്നെയാണല്ലോ, ഭൂമിയുടെ കേന്ദ്രവും സർഫസും തമ്മിൽ. അതുകൊണ്ട് അതിൽ വ്യത്യാസം വരാനില്ല. പിന്നുള്ളത് അപ്പോൾ മാസ് മാത്രമാണ്, മാസ് അല്ലെങ്കിൽ ഡെൻസിറ്റി മാത്രമാണ് വേരിയേഷൻ വരാനുള്ളത്. അപ്പൊ അങ്ങനെ ആയിരിക്കും എന്ന് അസ്യൂം, നമുക്ക് അറിയുന്ന വസ്തുതകൾ വെച്ച് നമ്മളിങ്ങനെ ആയിരിക്കും എന്ന് അസ്യൂം ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ ഇൻഡയറക്ട് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ എന്ന് വിശേഷിപ്പിച്ചത്. അതുപോലെയുള്ള മറ്റൊരു ഇൻഡയറക്ട് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ, പ്രധാനപ്പെട്ട ഒരു ഇൻഡയറക്ട് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആണ് നമ്മുടെ സിസ്മിക് ആക്ടിവിറ്റീസ് എന്ന് പറയും. അതായത് ഭൂചലന തരംഗങ്ങൾ. ഈ ഭൂചലനം ഉണ്ടാക്കുന്ന തരംഗങ്ങളും നമുക്ക് കുറെ ഇൻഫർമേഷൻസ് പറയാനും, കുറെ ഏരിയാസ് ലിക്വിഡ് സ്റ്റേറ്റിലാണ്, കുറെ ഏരിയാസ് സോളിഡ് സ്റ്റേറ്റിലാണ് ഭൂമിയുടെ അടിഭാഗത്ത് എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ നമ്മളെ സഹായിക്കുന്നതിൽ ഒന്ന് സീസ്മിക് വേവ്സ് ആണ് കേട്ടോ. കാരണം സീസ്മിക് വേവ്സിൽ വരുന്ന, നമ്മൾ എർത്ത് ക്വേക്കിനെ പറ്റിയിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടാവും. സോ എർത്ത് ക്വേക്ക് പഠിക്കുന്ന സമയം നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് ടൈപ്പ് വേവ്സ് ഉണ്ട്. പി വേവ്, എസ് വേവ്, അല്ലെങ്കിൽ ബോഡി വേവ്, സർഫസ് വേവ്, അതിൽ തന്നെ ബോഡി വേവിനകത്ത് പി വേവ്, എസ് വേവ് എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള വേവ്സ് നമ്മൾ പഠിക്കും. അപ്പൊ ഇതിൽ ചില വേവ്സിന് രണ്ട് തരത്തിലുള്ള വേവിനും രണ്ട് ക്യാരക്ടേഴ്സാണ്. ചിലത് സോളിഡിലൂടെ മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ, ചിലത് സോളിഡിലും ലിക്വിഡിലൂടെയും സഞ്ചരിക്കാൻ സാധിക്കുന്നവന്മാരുണ്ട്. അപ്പൊ ഇവന്മാരുടെയൊക്കെ സഞ്ചാര ദിശ പരിശോധിച്ചുകൊണ്ട് സോളിഡ് ഉള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, ലിക്വിഡ് ഉള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതിനെ പറ്റിയുള്ള ഇൻഡ്യൂഷൻസ് കണ്ടെത്താനായിട്ട് ഒരു പരിധി വരെ കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഭൂമിയുടെ അടിയിലോട്ട് നമ്മൾ ഇറങ്ങി പോയിട്ടില്ല. പക്ഷെ ഭൂമിയുടെ ഈ ഭൂചലനവുമായി ബന്ധപ്പെട്ട് വരുന്ന തരംഗങ്ങളുടെ സഞ്ചാരത്തെ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടെത്തിയത്. അപ്പൊ ഇന്നത്ര ഏരിയയിൽ എന്തായിരിക്കും ആ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ഭൂമിയായിരിക്കും, ഇത്രയും സ്റ്റേറ്റിൽ അത് കഴിഞ്ഞിട്ടുള്ള മറ്റിത്ര ഏരിയ എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റിലുള്ള ഭൂമിയാണ്, ഭൂമിയുടെ ഉള്ളറകൾ സോളിഡ് സ്റ്റേറ്റിലാണ്, ഇങ്ങനെ എത്ര ഏരിയ ലിക്വിഡ് സ്റ്റേറ്റിൽ എന്നൊക്കെ പറ്റിയിട്ടുള്ള ഇൻഫറൻസിലേക്ക്, ബിക്കോസ് ഓഫ് ദോസ് വേവ്സ്, ആ വേവ്സിന്റെ ക്യാരക്ടേഴ്സ് അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ഒരു ഇൻഫറൻസിൽ എത്താൻ സാധിക്കും. അപ്പൊ അതും ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെ എത്തിയ ഒരു അനാലിസിസ് ആണല്ലോ. സോ അതാണ് ഇൻഡയറക്ട് സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ വിശേഷിപ്പിക്കുന്നു. ഓക്കെ, ടെമ്പറേച്ചർ, പ്രഷർ, ഡെൻസിറ്റി പോലുള്ള വ്യത്യാസം, മീറ്റിയോർസ്, ഗ്രാവിറ്റേഷണൽ വ്യത്യാസങ്ങൾ, മാഗ്നറ്റിക് ഫീൽഡിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, സിസ്മിക് ആക്ടിവിറ്റീസ് എല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഭൂമിയിലെ സോഴ്സസ്, ഇൻഡയറക്ട് സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ വിളിക്കാം. Direct source is the most easily available. Direct source is the surface rock or the rocks we get from mining areas. അല്ല, ഒന്ന് നമ്മുടെ സർഫസിൽ കിട്ടുന്ന റോക്ക്, അത് പഠിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളുണ്ട്. സിലിക്ക, ശരി, ഓക്കെ, ഇവിടെ സർഫസിൽ കുറെ സിലിക്ക കണ്ടന്റ് ഉണ്ട്, മഗ്നീഷ്യം കണ്ടന്റ് ഉണ്ട് എന്നൊക്കെ പറയും നമ്മൾ പഠിക്കും. Gold mines in South Africa are as deep as 3 to 4 kilometers. Going beyond this depth is not possible and it is very hot at this depth. സൗത്ത് ആഫ്രിക്കയിൽ സ്വർണ്ണഖനിയിൽ ഏകദേശം 3 മുതൽ 4 കിലോമീറ്റർ ആഴത്തിലേക്ക് പോയിട്ട് പോകുന്നുണ്ട്. അതായത് അത്യാവശ്യം ഡീപ്പസ്റ്റ് ആയിട്ട് ഒരു മൈൻ, ഒരു ഖനിക്ക് പോകാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഏകദേശം ഇതൊക്കെ തന്നെ 3 മുതൽ 4 കിലോമീറ്റർ ഒക്കെ ഉണ്ട്. പക്ഷെ അതിനും താഴേക്ക് പോകാന്ന് പറഞ്ഞാൽ അത്ര പ്രാക്ടിക്കൽ അല്ല. ബിക്കോസ് ഒന്ന്, പ്രഷറിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, എയറിന്റെ ഡിഫിക്കൽട്ടി ഉണ്ടാവും, പിന്നുള്ളത് ഹോട്ട്നെസ് ആണ്, ടെമ്പറേച്ചർ വളരെയധികം കൂടുതലായിരിക്കും ഉള്ളറകളിലേക്ക് പോകുന്നതിനനുസരിച്ചെന്നുള്ളതാണ്. അപ്പൊ ഭൂമിയിൽ ആഴങ്ങളിലേക്ക് പോകുന്നതനുസരിച്ച് താപനില കൂടുന്നതായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനും നമുക്ക് മൈനിങ് പ്രവർത്തനങ്ങൾ നടത്തുന്നത് വഴി കാണാൻ സാധിക്കും. ഓക്സിജന്റെ അളവ് കുറയുന്നത് കാണാം, പ്രഷർ കൂടുന്നത് കാണാം, എന്നൊക്കെ നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റും. അത് മാത്രമല്ല, ബിസൈഡ്സ് മൈനിങ്, ഇപ്പൊ ഈ മൈനിങ് എന്ന് പറയുന്ന ഖനികളുടെ പ്രവർത്തനം അല്ലാതെ തന്നെ ഈ ആഴങ്ങളുടെ എന്താ പറയാ, രഹസ്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് രാജ്യങ്ങൾ ഡീപ് ഡ്രില്ലിംഗ് പ്രൊജക്ടുകൾ നടത്തിയിട്ടുണ്ട്. പറ്റാവുന്നതിന്റെ പരമാവധി ഭൂമിക്കടിയിലേക്ക് ഡ്രിൽ ചെയ്ത് പോവുക, അതേപറ്റി ഡ്രിൽ ചെയ്ത് പോയി കിട്ടുന്ന മെറ്റീരിയൽസിനെ പഠനം നടത്തിയിട്ട് ഭൂമിയുടെ ഇന്റീരിയറിനെ പറ്റി പഠിക്കാവുന്ന ലക്ഷ്യത്തോടുകൂടി പോയിട്ടുണ്ട്. അപ്പൊ അമേരിക്ക അങ്ങനെ ഒരു ഡ്രില്ലിംഗ് പ്രൊജക്ട് ഏറ്റെടുത്തു, കുറെ നാൾ ഡ്രിൽ ചെയ്തു, 10 കിലോമീറ്റർ 11 കിലോമീറ്ററോളം ഡ്രിൽ ചെയ്തു. അത്രയും ഡ്രിൽ ചെയ്തപ്പോൾ പിന്നുള്ള ഫണ്ടിങ് ഇഷ്യൂസും മാത്രമല്ല മെറ്റീരിയൽസിന്റെ എഫിഷ്യൻസിയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും കാരണം അവരത് ഉപേക്ഷിച്ചു. റഷ്യ ഡ്രില്ലിംഗ് പ്രൊജക്ട് ഏറ്റെടുത്തിട്ടുണ്ട്, ഡീപ് ഓഷൻ ഡ്രില്ലിംഗ് പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ടും ഇന്റഗ്രേറ്റഡ് ഓഷൻ ഡ്രില്ലിംഗ് പ്രൊജക്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രൊജക്ടുകൾ വന്നിട്ടുണ്ട്. റഷ്യയാണ് നിലവിൽ ഏറ്റവും ആഴത്തിൽ ഭൂമിയിൽ ഒരു ഡ്രില്ല് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭൂമിയിൽ ഏറ്റവും ആഴം നമ്മൾ 6400 കിലോമീറ്റർ ആണ് ഭൂമിയുടെ റേഡിയസ് എന്ന് പറയും, 6400 കിലോമീറ്റർ. അതിൽ ഏറ്റവും ആഴം, എത്രത്തോളം ആഴം വരെയാണ് മനുഷ്യന് കുഴിക്കാൻ പറ്റിയിരിക്കുന്നതെന്ന് കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. കേവലം 12 കിലോമീറ്റർ ആണ്, കേവലം 12 കിലോമീറ്റേഴ്സ്. 6400 കിലോമീറ്റർ ഡെപ്തുള്ള ഭൂമിയിൽ 12 കിലോമീറ്റർ ആണ് നമ്മൾ കുഴിച്ചിരിക്കുന്നത്. നാമമാത്രമായ രീതിയിൽ നെഗ്ലിജിബിളി സ്മോൾ. ഇതിനപ്പുറത്തേക്ക് നമുക്ക് കുഴിക്കാൻ സാധിക്കുന്നില്ല. ഇന്റഗ്രേറ്റഡ് ഡ്രില്ലിംഗ് പ്രൊജക്ടിലേക്ക് ഭാഗമായിട്ട് കുഴിച്ചേക്കുക, പക്ഷെ ഇതിന് താഴേക്ക് നമുക്ക് കുഴിക്കാൻ പറ്റുന്നില്ല. സോ ദിസ് ഇസ് ദി ഡീപ്പസ്റ്റ് പോയിന്റ് ദാറ്റ് ഹ്യൂമൻ ഹാസ് എവർ ഡ്രിൽ. അതിനെയാണ് നമ്മുടെ ആർട്ടിക് ഓഷനിലുള്ള കോല എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് ഈ പറയുന്ന ഡ്രിൽ ഉള്ളത്. ആർട്ടിക് ഓഷനിലെ കോല എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ പറയുന്ന ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഡ്രില്ല് നിലവിലുള്ളതാണ്. റഷ്യയാണ് ആ ഒരു ഡ്രില്ലിന്റെ ഭാഗമായിട്ട്. ഇതിനപ്പുറത്തേക്ക് ആ ഒരു ഡ്രിൽ ബിറ്റിന് ഉരുകി ഒലിച്ചു പോകുന്ന സാഹചര്യത്തിലേക്ക് പോകണം, അങ്ങോട്ടേക്ക് പോകാൻ പറ്റും, മുന്നോട്ട് ചലിക്കാൻ പറ്റുന്നില്ല ഡ്രിൽ ബിറ്റിനുള്ളതാണ്. അങ്ങനെ ഈ ഡ്രില്ലിംഗ് പ്രോജക്റ്റിനെ അവിടെ ഉപേക്ഷിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റിയിരിക്കും. മനസ്സിലാവുന്നോ? അപ്പോൾ മനുഷ്യന് ഡ്രിൽ ചെയ്യാൻ പറ്റിയതിന്റെ പരമാവധി 12 കിലോമീറ്റർ ആണ് എന്നും നിങ്ങൾ ഇതിനോടൊപ്പം മനസ്സിലാക്കിയിരിക്കാൻ ശ്രദ്ധിച്ചിരിക്കുക. ക്ലിയർ ആവുന്നുണ്ടോ? ആൻഡ് ദിസ് ആൻഡ് മെനി ഡീപ് ഡ്രില്ലിംഗ് പ്രോജക്ട് ഹാവ് പ്രൊവൈഡഡ് ലാർജ് വോളിയം ഓഫ് ഇൻഫർമേഷൻ ത്രൂ ദി അനാലിസിസ് ഓഫ് മെറ്റീരിയൽസ് collected at a different depth.
അതാണ് ഇതിന്റെ ഒരു ബ്യൂട്ടി. പല ഡെപ്തിലും ഇപ്പം 0 മുതൽ 12 കിലോമീറ്റർ വരെ ഡെപ്തിൽ നമ്മൾ ഡ്രില്ലിംഗ് നടത്തിയിട്ടുണ്ടെന്ന് പറയുമല്ലോ. ഓരോ ഡെപ്തിലും കിട്ടുന്ന മെറ്റീരിയൽസിനെ എടുത്ത് പരിശോധിക്കും. അപ്പൊ ആദ്യത്തെ ഒരു മീറ്ററിൽ, അടുത്തൊരു മീറ്ററിൽ, അടുത്തൊരു മീറ്ററിൽ, ഓരോ മീറ്ററിലും വന്നപ്പോൾ ഉള്ള വ്യത്യാസം, അല്ലെങ്കിൽ ഓരോ 10 മീറ്ററിൽ, അല്ലെങ്കിൽ ഓരോ 100 മീറ്ററിലെ വ്യത്യാസത്തിലൊക്കെ എടുത്ത് പരിശോധിച്ച് ഓരോ ലെവൽ ഡെപ്തിലേക്ക് പോകുന്നതിനനുസരിച്ച് മെറ്റീരിയൽസിലുള്ള കോമ്പോസിഷനിലുള്ള വ്യത്യാസം എന്താണ്, മെറ്റീരിയലിന്റെ എന്താ പറയുക കോമ്പാക്ഷൻ ഡെൻസിറ്റിയിലുള്ള വ്യത്യാസം എന്താണ്, ടെമ്പറേച്ചറിൽ ഉണ്ടായിരുന്ന വ്യത്യാസം എന്താണ്, ഗ്രാനുലാർ സൈസ്, ഗ്രാനുലാർ ഷെയ്ഡ്, കളർ എന്നിവയെല്ലാം നമുക്ക് പഠിക്കാനായിട്ട്, നേരിട്ട് പഠിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുങ്ങും ഡയറക്ട് സോഴ്സിന്റെ ബ്യൂട്ടി. ഓക്കെ, റൈറ്റ്. വോൾക്കാനിക് ഇറപ്ഷൻ മറ്റൊരു ഘടനയാണെന്ന് നമ്മൾ പറഞ്ഞു. ആസ് വെൻ ദി മോൾട്ടൺ മാഗ്മ is thrown out into the surface of Earth during volcanic eruption. It also available for laboratory analysis. However, it is difficult to ascertain the depth of the source of such magma. മാഗ്മ പുറത്ത് വരുമ്പോൾ ആ ഉള്ളിലുള്ള മെറ്റീരിയൽസിനെ പറ്റി പഠിക്കാൻ അല്ലാണ്ട് ഏത് ഡെപ്തിൽ നിന്ന് വന്നതെന്ന് പഠിക്കാന്ന് പറയുന്ന ബുദ്ധിമുട്ടാണ്. അത് പോസിബിൾ അല്ലാന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക് മാഗ്മനെ എടുത്തുകൊണ്ടുപോയി പഠനം നടത്താൻ, അതിനകത്തുള്ള കോമ്പോസിഷനും ഉള്ളിൽ ലിക്വിഡ് സ്റ്റേറ്റിൽ മെറ്റീരിയൽസ് ഉണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ധാരണ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്നു എന്നുള്ളതാണ്. പിന്നെ ഉള്ളത് നമ്മുടെ ഇൻഡയറക്ട് സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നതിൽ we know that through mining activity the temperature and pressure increases with increasing distance from the surface towards the interior and deeper depths. അറിയുന്ന ഒരു കാര്യമാണ്, നമുക്ക് മൈനിങ് ആക്ടിവിറ്റി ഒക്കെ ചെയ്തപ്പോൾ തന്നെ മനസ്സിലായ കാര്യമാണ്. താഴെ നിന്ന് മുകളിലേക്ക് പോകുന്ന മുകളിൽ താഴേക്ക് കുഴിച്ച് വരുന്ന അനുസരിച്ച് എന്ത് കൂടുന്നു എന്ന്, ടെമ്പറേച്ചർ കൂടുന്നു എന്നുള്ളത്, അതുപോലെ ഡെൻസിറ്റി കൂടുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. So it is possible to find the rate of change of these characteristics knowing the total thickness of Earth. Scientists have estimated the values of temperature, pressure and density of the materials at a different depth. നമുക്ക് കിട്ടിയിരിക്കുന്ന മൈനിങ് വഴി മറ്റു കാര്യങ്ങൾ വഴിയൊക്കെ കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻസ്, മെറ്റീരിയൽസിന്റെ ഡെൻസിറ്റി, പ്രഷർ പോലുള്ള മനസ്സിലാക്കുകയും ഭൂമിയുടെ ടോട്ടൽ ഡെപ്ത് എത്രത്തോളം ഉണ്ട്, ഭൂമിയുടെ ഇന്റീരിയറിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് അറിയാവുന്നതുകൊണ്ട് സയന്റിസ്റ്റ് തന്നെ എക്സ്ട്രപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് അക്യുറേറ്റ് ആണോ എന്ന് യാതൊരു നിർബന്ധവുമില്ല. നിലവിൽ നമുക്ക് പോകാൻ സാധിച്ചിരിക്കുന്ന അത്രയും ഡെപ്തും നമുക്ക് പഠിക്കാൻ സാധിച്ചിരിക്കുന്ന അത്രയും ഡെപ്ത് വരെയുള്ള സാഹചര്യങ്ങളെ പരിശോധിക്കുന്ന സമയത്ത് ഈ ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്നതിനനുസരിച്ച് ഇത്തരത്തിലുള്ള വേരിയേഷൻസ് ആയിരിക്കാം ടെമ്പറേച്ചറിൽ ഉണ്ടാവുക എന്ന രീതിയിലുള്ള ഒരു അസംഷനിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. Temperature goes on increasing with the increasing depth inside the Earth, and this increase is on an average 32 മീറ്റർ താഴേക്ക് പോകുന്നതനുസരിച്ച് ഓരോ ഡിഗ്രി സെൽഷ്യസിന്റെ ഒരു റൈസ് ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. As we move down 32 meters, 1 degree Celsius of temperature is raised. ഓരോ മീറ്ററിൽ 32 മീറ്ററിൽ ഓരോ ഡിഗ്രി സെൽഷ്യസ് വീതമുള്ള ടെമ്പറേച്ചർ റൈസ് ഉണ്ടായേക്കാം സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോൾ റേഡിയോ ആക്റ്റീവ് ഡിസിന്റഗ്രേഷൻ ഉണ്ട്. ഭൂമിയുടെ അടിയിലേക്ക് പോകുന്നതനുസരിച്ച് പലതരത്തിലുള്ള റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് പ്രസന്റ് ആയിട്ടുണ്ട്. അവരുടെ ഹീറ്റ് ലിബറേഷൻ സംഭവിച്ചേക്കാം. അതുപോലെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫോഴ്സസ്, കാരണം ഇപ്പം താഴേക്ക് ഭൂമിയുടെ അടിയിലേക്ക് പോകുന്നതനുസരിച്ച് റോക്കിന്റെ പ്രഷർ കൂടുകയാണ്, നമുക്കറിയാം വെയിറ്റ് കൂടുതലാണ്. ആ വെയിറ്റ് കൂടുന്ന സമയത്ത് എങ്ങാനും ടെക്ടോണിക് ആക്ടിവിറ്റി മറ്റും കാരണം റോക്കുകൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെന്റുകൾ നടക്കാം. ആ മൂവ്മെന്റുകൾ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ കാരണം അവിടെ ഹീറ്റ് ഡെവലപ്പ് ചെയ്യാം. അതുപോലെ കെമിക്കൽ റിയാക്ഷൻസ്, ഭൂമിക്ക് അടിയിലുള്ള പല മെറ്റീരിയൽസ് തമ്മിൽ റിയാക്ട് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് എക്സോതെർമിക് ആയിട്ടുള്ള റിയാക്ഷൻസ് ഒക്കെയാണ് ഹീറ്റ് റിലീസ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാവാം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഭൂമിയുടെ അടിയിലേക്ക് പോകുമ്പോൾ ചൂട് കൂടുന്നതിന് കാരണമായിട്ട് വരിക എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റും. ഏകദേശം ഭൂമിയുടെ ഇന്റീരിയറിലേക്ക് പോകുമ്പോൾ 6500 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ആണ്. കോറിന്റെ ടെമ്പറേച്ചർ ഒക്കെ ആയിട്ട് നമ്മൾ കണക്കൂട്ടും 7000 കെൽവിൻ ടെമ്പറേച്ചർ ഒക്കെ ഇന്നർ കോറിൽ ഉണ്ടാവും. ഇറ്റ് ഈസ് ആസ് ക്ലോസ് ആസ് ദി ടെമ്പറേച്ചർ ഓഫ് ദി സൺ. സൂര്യന്റെ താപത്തിനടുത്ത് താപം ഭൂമിയുടെ സെന്ററിനുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് പ്രഷർ താഴേക്ക് പോകുന്നതിനനുസരിച്ച് പ്രഷറിൽ ഉണ്ടാവുന്ന ഇൻക്രീസ്. പ്രഷർ ഇൻക്രീസസ് വിത്ത് ഡെപ്ത് in the interior of Earth. Due to enormous pressure, liquid state rocks of the core have properties of solids. അതായത് ഇന്നർ കോറിന്റെ പോലും പ്രോപ്പർട്ടീസ് സോളിഡ് ആയിട്ട് കാണുന്നതിന് കാര്യം എനോർമസ് ആയിട്ടുള്ള പ്രഷർ. അപ്പൊ താഴേക്ക് പോകുന്നതിനനുസരിച്ച് പ്രഷർ ബിൽഡിങ് കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഡെൻസിറ്റി. പ്രഷർ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും കംപ്രഷനുള്ള സാധ്യത കൂടും അല്ലെ. കൂടുതൽ പ്രഷർ കൊടുത്താൽ കൂടുതൽ കംപ്രഷൻ നടക്കും. കംപ്രഷൻ നടന്നു കഴിഞ്ഞാൽ മെറ്റീരിയൽസ് അടുത്തടുത്ത് വരും. അടുത്തടുത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും യൂണിറ്റ് ഏരിയയിലുള്ള പദാർത്ഥങ്ങളുടെ മാസോ ഏരിയയോ ഒക്കെ കൂടുതലായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഡെൻസിറ്റിയും കൂടുന്നതായിട്ട് അറിയാൻ പറ്റും. സോ പ്രഷർ കൂടുന്നു എന്ന് പറയാൻ അത് ഡയറക്ട്ലി കോറിലേറ്റഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഡെൻസിറ്റിയും കൊണ്ട് ചെയ്യുന്നുണ്ടാവും, ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവും ആസ് വി ഗോ ഡീപ്പർ ആൻഡ് ഡീപ്പർ. അപ്പൊ ഇതൊക്കെ നമുക്ക് ഇനീഷ്യലി മൈനിങ്ങിൽ നിന്ന് എത്തിയിരിക്കുന്ന മെറ്റീരിയൽസ് ഉൾപ്പെടെ പരിശോധനയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്ന ഘടകങ്ങളുമാണ് എന്നുള്ളതാണ് തിരിച്ചറിയേണ്ടത്. പേരല്ലേ. അതുപോലെ ഗ്രാവിറ്റേഷണൽ അനോമലി ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ്, സീസ്മിക് ആക്ടിവിറ്റി, ഇത് നമ്മൾ പറയുന്നത്. അതിന്റെ ഡീറ്റെയിൽ ഞാൻ എന്തായാലും എർത്ത് വേക്ക് എടുക്കുമ്പോൾ പറഞ്ഞുതരാവേ. പിന്നെ ഈ പലയിടങ്ങളിലും പോകുമ്പോൾ നമ്മൾ ഭൂമിയുടെ ഷേപ്പ് ഒക്കെ വെച്ചിട്ട് കരുതും നമുക്ക് ഗ്രാവിറ്റിയുടെ വാല്യൂ ഇത്രയായിരിക്കും ഇന്ന സ്ഥലത്ത് ഉണ്ടാവേണ്ടത് എന്ന് കരുതി നമ്മൾ മനസ്സിലാക്കും. ഭൂമിയുടെ സ്ട്രക്ചർ ഒക്കെ നമുക്ക് ഏറെക്കുറെ അറിയാം, റേഡിയസ് ഒക്കെ അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യും. പക്ഷെ നമ്മൾ ശരിക്കും ഉറപ്പായിട്ട് ഗ്രാവിറ്റേഷണൽ വാല്യൂസ് പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുമ്പോൾ അതായിരിക്കില്ല വാല്യൂ, ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. ഈ ഒരു വ്യത്യാസത്തെയാണ് നമ്മൾ ഗ്രാവിറ്റി അനോമലി എന്നതുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. എന്താണ് ഗ്രാവിറ്റി അനോമലി എന്ന് പറഞ്ഞാൽ? അതായത് ദ റീഡിങ്സ് ഡിഫർ ഫ്രം ദി എക്സ്പെക്ടഡ് വാല്യൂസ്. അതായത് ആക്ച്വൽ റീഡിംഗ് മൈനസ് എക്സ്പെക്ടഡ് റീഡിംഗ് ഇസ് വോട്ട് വി കോൾ ആസ് ഗ്രാവിറ്റി അനോമലി. നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാൽക്കുലേഷൻസ് വഴി നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്
ഇന്ന സ്ഥലത്ത് ഇത്രയായിരിക്കും ഗ്രാവിറ്റി എന്നാണ്. പക്ഷെ ശരിക്കും ആ സ്ഥലത്ത് പോയി ഗ്രാവിറ്റി അളക്കുന്ന സമയത്ത് കിട്ടുന്ന വാല്യൂ ഉണ്ടാവില്ല. അതാവില്ല, അതിൽ നിന്നും ചെറിയ വ്യത്യാസം ഉണ്ടാവും. മേജർ ഡിഫറൻസ് അല്ല കേട്ടോ, ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ്. എന്തായാലും ആ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഇങ്ങനെ പ്രദേശങ്ങൾക്ക് ഗ്രാവിറ്റിയുടെ കാര്യത്തിൽ ഈ ഒരു ചേഞ്ച് ഉണ്ടാവുന്ന കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ഗ്രാവിറ്റി അനോമലി എന്ന് പറയുന്നത്. അവിടെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഗ്രാവിറ്റേഷണൽ വാല്യൂ കിട്ടാതിരുന്നതിൽ ഇപ്പൊ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ കിട്ടുകയാണെങ്കിൽ ആ പ്രദേശത്തിൽ അണ്ടർലൈങ് ആയിട്ടുള്ള റോക്കിന്റെ ഡെൻസിറ്റി കൂടുതലാണെന്നും നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കുറവാണ് അവിടുത്തെ ഗ്രാവിറ്റിയുടെ വാല്യൂ കിട്ടിയതെങ്കിൽ അതിന് താഴെയുള്ള റോക്സിന്റെ ഡെൻസിറ്റി കുറവാണ് എന്നൊക്കെ ഉള്ള സൂചനയിലേക്ക് നമ്മൾ അതിനെ അത് നമ്മളെ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതും ഈ ഗ്രാവിറ്റി അനോമലി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ഉള്ളിലുള്ള മാസ് ഡിസ്ട്രിബ്യൂഷൻ, ഭൂമിയുടെ ആ പ്രദേശത്ത് ഉള്ളിലുള്ള മാസ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ട് പറഞ്ഞു തരാനായിട്ട് സഹായിക്കും എന്നുള്ളത് വാസ്തവമാണ് അല്ലെ. അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ഇന്റീരിയറിൽ ഇൻഡയറക്ട് സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. സിസ്മിക് ആക്ടിവിറ്റി, മാഗ്നറ്റിക്കും സെയിം തന്നെയാണ്. മെറ്റീരിയൽസിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡുകളിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങളും ഉള്ളിലുള്ള മെറ്റീരിയൽസിലെ മാഗ്നറ്റിക് പ്രോപ്പർട്ടിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസും നമുക്ക് പറഞ്ഞു തരുന്നുണ്ടാവും. സിസ്മിക് ആക്ടിവിറ്റി എന്തായാലും അടുത്ത ക്ലാസ്സിൽ നമ്മൾ എർത്ത് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്ന സമയത്ത് അതെങ്ങനെ ഭൂമിയുടെ ഉള്ളറകളെ മനസ്സിലാക്കുന്നതിന് സഹായിക്കുമെന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ അല്ലെ പിള്ളേരെ? സോ ദാറ്റ് ബീങ് സെഡ്, ഇതാണ് ഒരു ഇന്റീരിയറിലേക്ക്, ഭൂമിയുടെ ഇന്റീരിയറിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ, ബോത്ത് ഡയറക്റ്റ് ആസ് വെൽ ആസ് ഇൻഡയറക്റ്റ് സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത പാട്ടിൽ നമുക്കതിൽ എർത്ത് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക്, അതൊരു ഇൻഡയറക്റ്റ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആണ്. എർത്ത് എന്ന് പറയുന്നത് അതേപറ്റി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങൾ നോക്കാം. ഇന്നത്തെ സെഷനോട് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.